ഹലോ, അപ്പൊ ഇതാണ് നമ്മൾ എടുത്ത വീട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്ക്, നല്ല സെറ്റ് ആയിട്ടില്ലേ, നല്ല ആംബിയൻസ്, നല്ല ആക്ച്വലി ആദ്യം വേറെ റൂം ആയിരുന്നു കേട്ടോ. അതെ, ആദ്യം ഞങ്ങൾ വേറെ റൂമാണ് കാണാൻ പറ്റുന്നുണ്ട്, അവിടെയാണ് റൂം. അപ്പൊ നമ്മളത് മാറ്റി. നമ്മളിവിടുത്തെ കോട്ടേജ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ നമ്മളത് വീണ്ടും മാറ്റി. ചെറിയൊരു എമൗണ്ട് കൂടി കൂട്ടിക്കൊടുത്ത് നമ്മള് സെറ്റപ്പ് മാറ്റി. നമ്മൾ അഗോഡിലാണ് ബുക്ക് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞിരുന്നു അഗോഡിലാണ് ബുക്ക് ചെയ്തത്. അപ്പൊ ഈ റൂമിന്റെ ഇതൊന്നും കണ്ടില്ല അല്ലെ, അതിൽ പിക്ചർ കണ്ടില്ല ഞാൻ. ഇവിടെ നിന്ന് നോക്കിയപ്പോ അതിലും ബെറ്റർ ഈ സാധനമായിരുന്നു. അപ്പൊ നമ്മള് ഇതാട്ടോ ഒന്ന് ബുക്ക് ചെയ്ത് ഗെയിമും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്ക. ഇതാട്ടോ അതിന്റെ അവിടുന്ന് കാണുന്നില്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ടേജ് ഒരു ഇങ്ങനത്തെ ലുക്ക, എല്ലാം സെയിം ആട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് 5 മണിയാട്ടോ സമയം, വൈകിട്ട് 5 മണിയാണ്. അതെ കണ്ടോ, ചെറിയ മഴക്കാറൊക്കെ. നമ്മള് ആദ്യം AC എടുക്കാൻ വിചാരിച്ചു, പക്ഷെ ഇവിടുത്തെ തണുപ്പിന്ന് മഴ പെയ്യുന്നുള്ളപ്പോ നേരെ നോൺ AC മാറ്റി. പിന്നെ കുറച്ച് ചുമയൊക്കെ ഉണ്ടേ. അല്ല, ഇവിടെ AC വേണ്ട, വയനാട്ടിൽ AC വേണ്ട. നമ്മൾ എടുത്താൽ കൂടുതൽ നമ്മൾ നല്ല തണുപ്പുണ്ട് ഇപ്പോഴും, നല്ല രസമുണ്ട് അല്ലേ. നമ്മള് ഇതിന്റെ പേരും കാര്യങ്ങളും പറയാത്ത വേറെ ഒന്നുമില്ല, നമ്മള് പരസ്യമല്ല, അതുകൊണ്ടാണ് പറയാത്തത്. നമുക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യും, പരസ്യമല്ല. അതുകൊണ്ട് ഇതിന്റെ പേരൊന്നും പറയുന്നില്ല, വേണമുള്ളവര് കമന്റ് ചെയ്തോളൂ, നമ്മളത് പറഞ്ഞുതരണ്ടേ. നല്ല രസമുണ്ടല്ലേ, സ്റ്റക്കായി നിൽക്കുന്ന നോക്ക്. നൈസ്. ഇനിയിപ്പോ ജുവാൻ എന്താ മെയിൻ ആയിട്ട് വേണ്ടി പൂളിന് വേണ്ടിട്ടാണ്, പൂളിന് വേണ്ടി കുളിക്കാൻ വേണ്ടി അല്ലേ. അത് കുത്തുമ്പോ ഓടിക്കാന്ന്. വേറെ ഉണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി ഇതുണ്ട് കേട്ടോ, ഡീലക്സ് റൂം ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു പ്രൈവറ്റ് പൂളൊക്കെ ഉള്ള സംഭവം ഉണ്ട്. അതെ, അത് പക്ഷെ ഓൾറെഡി ബുക്ക്ഡ് ആയി പോയി. പിന്നെ നമ്മൾ 2 ആളല്ലേ ഉള്ളൂ അല്ലെ, അതുകൊണ്ട് അത് വേണ്ട, നമ്മൾ ഇവിടേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ചോദിക്കുന്നതിനേക്കാളും നിങ്ങളെ അഗോഡയിലോ അല്ലെങ്കിൽ ഇതുണ്ട് ഓരോ ഇതില്ലേ, അതിൽ പോയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്താൽ മതി. ഇവിടുത്തെ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരു 500, ഈ റൂമിനൊക്കെ 1000ന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് അഗോഡയിൽ അതുപോലെ തന്നെ ആപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു പൈസ അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ അതിനെ കുറച്ച് നല്ല റേറ്റ് കുറവിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുൾ അവക്കാഡോ അല്ലേ, ഫുൾ അവക്കാഡോ ഉണ്ട്, ഭയങ്കര അവക്കാഡോ ഉണ്ട്. അതാ ഞാൻ എന്താ ചെയ്ത് നോക്ക്, ഒരു കമ്മൽ ഇതോ ഒരു കമ്മൽ, അത് കുഴപ്പമില്ല, ട്രെൻഡ് ആണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ജുവാനി കൊണ്ട് നേരെ പൂളിൽ പോകണം. അപ്പൊ നല്ല മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്മള് വീണ്ടും പറയണത് പരസ്യം അല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് പറയാതെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്താൽ നമ്മൾ പറഞ്ഞോളൂ, അല്ലാണ്ട് പരസ്യമായി പോകില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ വന്നിട്ട് ഒരു സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾക്ക് വരികയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. വയനാട്ടില് ബത്തേരിന്റെ അടുത്താണ്. അപ്പൊ നമ്മള് ചെറിയൊരു പരിപാടിക്ക് വന്നതാണ് വയനാട്. അപ്പൊ തിരിച്ചു പോകാൻ കഴിയില്ല. അപ്പൊ ചിലപ്പോ ഒരു ദിവസമായിരിക്കും, ചിലപ്പോ ഒരു ദിവസം കൂടി നിന്നിട്ട്, എങ്ങനെ സെറ്റപ്പ് ഇഷ്ടമാണ്, ചിലപ്പോ ഒരു ദിവസം കൂടി നിന്നിട്ടൊക്കെ പോകുള്ളൂ. അപ്പൊ ഞാൻ ഇനി ബാക്കി പൂളിന്റെ അവിടെ കാണിച്ചല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൂള്. നൈസ് അല്ലേ മോനെ, ഹാപ്പി. ആഹാ, ഇതാ കുഞ്ഞിന്റെ ഏരിയ, ഇതാണ് കുഞ്ഞിന്റെ ഏരിയ. ഇതാ ഫുള്ള് കോട്ടേജുകളാണ് കേട്ടോ, ഫുൾ നല്ല നല്ല രസമുണ്ട്, പറഞ്ഞാ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നോക്കേട്ടാ, കുഞ്ഞിന് നോക്കിയല്ലേ അത്. തണുപ്പുണ്ടോ മോനെ, തണുപ്പുണ്ടോ? ഇനി ഒറ്റയ്ക്ക് കളിക്കാം മോനെ. വേണ്ട, അവന്റെ അടുത്തിരിക്കേ. പേടിയാണോ? എന്തിനു പേടി മോനെ? അത്രേ ഉള്ളൂ മോനെ വെള്ളം, നല്ല ശ്രദ്ധിക്കണം. അത് നമുക്ക് അവിടെ വേണമെങ്കിൽ ഇത് വീഴാണ്ടിരിക്കാൻ കളിക്കാം, ഇത് വേണമെങ്കിൽ വീഴാണ്ടിരിക്കാൻ കളിക്കാം. അടിവല്ല കുറെ ഉണ്ടല്ലോ, വൈകിട്ട് നോക്കില്ലേ, ഞാൻ കാണിച്ചു. റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ഇവിടെ കിടക്കാൻ വന്നതാ മോനെ. പിന്നെ കുളിക്കാൻ വന്നതാ. അതാട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാലും പോരാ, നല്ല ഇടിവെട്ട് മഴയാണ്. അയ്യോ, ഞങ്ങൾ പൂളിലായിരുന്നു. അപ്പൊ നല്ല മഴയായത് ഓടിക്കരച്ച് വന്നതാ. റൂം എത്തിയതും നല്ല അസ്ഥിരം മഴയായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ AC റൂം എടുത്താണെങ്കിലും അതാ ഞാൻ ആലോചിക്കുന്നത്. സൂപ്പർ. നമ്മുടെ നാട്ടില് മഴയില്ല, വേറെ നാട്ടിൽ വന്നിട്ട് മഴ കാണാനൊരു ഭാഗ്യം. ഞാൻ കാണിച്ചെടുത്ത് നല്ല ചൂട് വെള്ളമായിരുന്നല്ലോ അതിനകത്ത്. ഞാൻ ആദ്യം AC ബുക്ക് ചെയ്ത കുടുങ്ങിയില്ലേ, അതിന്റെ ആവശ്യം നല്ല ഇടിയുണ്ട് കേട്ടോ. ഇത്രയും നേരമായിട്ട് റൂം കാണിച്ചു തന്നില്ല, സോറി. ഞങ്ങൾ കുറച്ച് തിരക്കായി പോയി. എന്തായാലും കഴിച്ച് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ.
എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഫ്രഞ്ച് ഫ്രൈസ് ആണോ? ഫ്രഞ്ച് ഫ്രൈസ്. നല്ല ചായ വഴി നല്ല മഴയും നല്ല ഫ്രഞ്ച് ഫ്രൈസും. മഴ പെയ്ത് പോയിട്ടോ. അപ്പൊ നൈറ്റ് സൈഡ് അപ്പൊ നല്ല വ്യൂ കിട്ടിയടാ. സമയം 7 മണിയാറായില്ലേ? എന്നിട്ട് ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടാ. നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എന്താ കഴിച്ചത്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചതോടെ വയറൊക്കെ ഫുള്ളായി. പിന്നെ നൈറ്റ് അധികം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കലില്ല. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. സമയം 7:51 കേട്ടോ. 6:45 അല്ലേ? 6:45 7 മണി വരെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഇരുടായി, നല്ല മഴയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ രാത്രിക്ക് ഒരു ആംബിയൻസ് വരുന്നത്. പപ്പ നോക്ക്, ഇതാണ് റിസപ്ഷൻ. നമ്മള് കുത്തനെ താഴെയായിട്ടോ, ഇങ്ങനെ തട്ടായിട്ടാണ് ഇവിടുത്തെ റൂംസ് ഒക്കെ ഉള്ളത്. മോനെ നോക്ക്, നല്ല മഞ്ഞുണ്ട് കേട്ടോ. ശരേ, ഇങ്ങനെ ഒരു സിലിണ്ടറൊക്കെ ഇട്ടാ ഇങ്ങനെ ഉരുട്ട് പോവും. നമ്മൾ ഫസ്റ്റ് എടുത്തതാ അതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അത് വേണ്ട വെച്ചത് ഷിഫ്റ്റ് ചെയ്ത് നേരെ ഇപ്പം ഇതാണ് നമ്മുടെ റൂം. ആ സൈഡായിട്ടാണ് പൂള് വരുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വേറൊരു സംഭവം, മഴ ആയിട്ടതാ ഫുള്ള് നനഞ്ഞ് കിടക്കുക കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ റിസോർട്ടായതുകൊണ്ടേ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീല്. ഓക്കെ, ഇതാ രസമുണ്ട് എന്തായാലും. ഓക്കെ മോനെ, വീടെത്തി. ആ റൂമെത്തി. എന്താ അകത്ത് വെച്ചോ, തണുപ്പല്ലേ. ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയ കേട്ടോ. എന്താ ക്യാരം ബോർഡ് ഉണ്ട്. അതെന്താ കേട്ടോ സാധനം, ഇതിന്റെ പേരെന്താ? ടേബിൾ ടെന്നീസോ പിങ് പോങ്, എനിക്കറിയില്ല കേട്ടോ സംഭവം. എനിക്ക് സ്പോർട്സ് ആയിട്ട് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഉണ്ട്, എന്തൊക്കെ ലൂഡോ കളിക്കേണ്ടത്, ചെസ്സ്, അങ്ങനെ പല പരിപാടികളും ഇവിടെ ഉണ്ട് കേട്ടോ. മോനെ അറിയോ എന്തെങ്കിലും? അതിനുള്ളിൽ പെട്ടോ? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ട് അവസാനം ഈ പാമ്പ് ഒഴുകി അല്ല നമ്മുടെ ഇതിലേക്ക് നേരെ ഒഴുകി ഇവിടെ 2-ലൊക്കെ എത്തുന്നൊരു സംഭവമല്ലേ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഗെയിംസൊക്കെ കളിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല തണുപ്പും മഞ്ഞൊക്കെ ആയിട്ടുണ്ട്. അയ്യോ എൻ്റെ മോനെ പാവം, ഇതടക്കം പേടിയാട്ടോ. ഇത്രയും പേടിയുള്ളൊരു കുഞ്ഞ് പാവം എൻ്റെ മോനവിടെ. എല്ലാത്ര പേടിക്കുന്ന മോനെ, പേടിയാ? അയ്യോടാ, കുഞ്ഞിന് ഭയങ്കര പേടിയാട്ടോ. പേടിയൊക്കെ മാറ്റണേ. അതിലേക്ക് കയറും മോനെ, പേടിയൊക്കെ മാറ്റാൻ പറ്റണം. ഇത് ക്യാമ്പ് ഫയറിൻ്റെ. പാവന്റെ മോൻ ഊഞ്ഞാലിന്റെ കൂടി ആടാൻ പേടിയാണ്. അറിയില്ല, നന്നായിട്ടുണ്ട് എന്തായാലും. എല്ലാം ഉണ്ട് കേട്ടോ. തണുക്കുന്ന സമയം 9:30 കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ സമയം 12:30 പപ്പയും മോനും നല്ല പോലെ സ്വിമ്മിങ് പൂളിലൊക്കെ കുളിച്ച് മറിഞ്ഞ് ടയേർഡായിട്ട് രണ്ടാളും ഉറങ്ങി. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ഇതായിരിക്കും. ബൈ.